അവസാനമായി 173 ആയത്താണ് വിശദീകരിക്കപ്പെട്ടത്. 174 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഭക്ഷ്യ വസ്തുക്കളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ഇത്തരം കാര്യങ്ങൾ വേദഗ്രന്ഥങ്ങളിലൊക്കെ കൃത്യമായും പറയപ്പെട്ടതാണ്. എന്തെല്ലാമാണ് മനുഷ്യന് അല്ലാഹു നിരോധിച്ചിട്ടുള്ളത്, എന്തെല്ലാമാണ് അനുവദിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതൊരിക്കലും തന്നെ അത്തരം വിവരങ്ങൾ, വിജ്ഞാനങ്ങൾ മറച്ചുവെക്കപ്പെടാൻ പാടുള്ളതല്ല. വിവരമുള്ള ആളുകൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇനി വരാനിരിക്കുന്ന ആയത്തുകളിൽ അത്തരം വാർത്തകൾ, അത്തരം വിജ്ഞാനങ്ങൾ അത് മറച്ചുവെക്കുന്നതിന്റെ ഗൗരവം എന്താകുന്നു എന്ന് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് ഇനി നമുക്ക് ഇവിടെ പഠിക്കുവാനുള്ളത്. أعوذ بالله من الشيطان الرجيم. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا إن الذين നിശ്ചയമായും യാതൊരു കൂട്ടർ യക്തുമൂന അവർ മൂടിവെക്കും മറച്ചുവെക്കും മാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചതിനെ മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന് വയഷ്തറൂന അവർ വാങ്ങുകയും ചെയ്യും ബിഹി അതിന് പകരം സമനൻ ഖലീലൻ സമനൻ വില ഖലീലൻ അല്പമായ ഇന്നല്ലദീന യക്തുമൂന നിശ്ചയമായും മറച്ചുവെക്കുന്നവർ ഇന്നല്ലദീന യക്തുമൂന നിശ്ചയമായും മറച്ചുവെക്കുന്ന യാതൊരു കൂട്ടർ മാ അൻസലല്ലാഹു മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു അവതരിപ്പിച്ചതിനെ ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി നിശ്ചയമായും വേദഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുകയും വയഷ്തറൂന ബിഹി അതിനെ പകരം വാങ്ങുകയും ചെയ്യുന്നു സമനം ഖലീല തുച്ഛമായ വില അല്പമായ വില ഉലൈക അക്കൂട്ടർ മാ യഅ്കുലൂന അവർ തിന്നുന്നില്ല ഫീ ബുത്തൂനിഹിം അവരുടെ വയറുകളിൽ ഇല്ലന്നാറ അഗ്നിയല്ലാതെ ഉലൈക മാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാറ അക്കൂട്ടർ അവരുടെ വയറുകളിൽ നരകാഗ്നിയല്ലാതെ തിന്ന് നിറക്കുന്നില്ല വലാ യുകല്ലിമുഹുമുല്ലാഹു വലാ യുകല്ലിമുഹും അവരോട് സംസാരിക്കുകയുമില്ല അല്ലാഹു യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ അന്ത്യനാളിൽ വലാ യുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല വലഹും അദാബുൻ അലീം വലഹും അവർക്കുണ്ടതാനും അദാബുൻ ശിക്ഷ അലീമുൻ വേദനയേറിയ അപ്പോ ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയഷ്തറൂന ബിഹി സമനൻ ഖലീല നിശ്ചയമായും വേദഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചുവെക്കുകയും അതിന് പകരം അല്പമായ വില വാങ്ങുകയും ചെയ്യുന്നവർ ഉലൈക മാ യഅ്കുലൂന ഫീ ബുത്തൂനിഹിം ഇല്ലന്നാറ അക്കൂട്ടർ അവരുടെ വയറുകളിൽ നരകാഗ്നിയല്ലാതെ തിന്നു നിറക്കുന്നില്ല വലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയുമില്ല വലാ യുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷ ഉണ്ടായിരിക്കും إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا إن الذين يكتمون ما أنزل الله إن الذين شد الله أنولانا മണിക്കണം ഇന്നല്ലദീന ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു യക്തുമൂന എന്നല്ല യക്തുമൂന
ഇന്നല്ലദീന യക്തുമൂന മാ അൻസല മാ അവിടെ മദ്ദ് മുൻഫസിലാണ്. മാ അൻസല മാ أنزل الله من الكتاب ويشترون به ثمنا قليلا. ما أنزل سكنانون أنون شيخا زا അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാഇന്റെ നിയമമാണ്, മറച്ച് മണിച്ചോദനം. അൻസല നൂനിനെ മറച്ചു പിടിക്കണം, ഒഴിവാക്കാൻ പാടില്ല, എന്നിട്ട് മണിച്ചോദനം. أنزل ما أنزل الله من الكتاب ويشترون به ثمنا قليلا ويشترون به ثمنا قليلا അവിടെ സമനം തന്നതിന് ശേഷം ഖാഫാണ് മറച്ച് മണിച്ചോദനം. ഇഖ്ഫാഇന്റെ നിയമം തന്നെ നേരത്തെ പറഞ്ഞ അൻസല എന്ന് പറഞ്ഞതുപോലെ സമനോ ഖലീല അവിടെ വഖഫില്ല. സമനോ قليلا أولئك ما يأكلون അവിടെ എന്ത് ചെയ്യണം? മദ്ദാണ്, മദ് മുത്തസിലാണ്, 6 ഹർക്കത്തോളം ദീർഘിപ്പിക്കണം. أولئك ما يأكلون അത് ഹംസ ഈക ഉലായിക്കല്ല, ഉലായിക എന്നല്ല, മറിച്ച് ഉലായിക മാ യഅ്കുലൂന ഫീ ബുطൂനിഹിം മാ യഅ്കുലൂന ഫീ ബുطൂനിഹിം ഇല്ലാ النار മാ യഅ്കുലൂന ഫീ ബുطൂനിഹിം ഇല്ലാ هذا همزة. ما يأكلون لا ما يأكلون في بطونهم ما يأكلون في بطونهم إلا النار. ബുത്തൂനിഹിം അവിടെ സുക്ന നിയമുണ്ട്. നിയമന് ശേഷം അവിടെയുള്ള അക്ഷരം ഹംസയാണ്. അവിടെ അതെന്ത് ചെയ്യാൻ പാടില്ല? മണിക്കാൻ പാടില്ല. അപ്പോ ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة إلا النار. നൂന് ഷദ്ദുള്ള നൂനാണ്, മണിച്ചോദനം. ولا يكلمهم الله يوم القيامة ولا يكلمه അത് അതിന്റെ ഉച്ചാരണം വളരെ വ്യക്തമായിരിക്കണം. ولا يكلمهم الله يوم القيامة ولا يكلمهم الله يوم القيامة. الله അവിടൊക്കെ ഉച്ചാരണം വളരെ വ്യക്തമായിരിക്കണം. ولا يكلمهم الله يوم القيامة ولا يزكيهم. يوم القيامة قيامة قاف يوم القيامة ولا يزكيهم
ولا يزكيهم ولهم عذاب أليم ولهم عذاب أليم ولهم സുഖമീമാണ് അതിനുശേഷം ഐന് മണിക്കാൻ പാടില്ല. വലഹും അദാബുൻ അലീം. തൻവീന് ശേഷം ഹംസയാണ്. തൻവീന് ശേഷം ഹംസയാണ് ഇദ്ഹാറിന്റെ നിയമം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ തൻവീന് ശേഷം ഹംസ വരികയാണെങ്കിൽ അതുപോലെയുള്ള ചില അക്ഷരങ്ങളുണ്ട്. ഐന്, റൈന്, ഹ, ഹ തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ വരുമ്പോ അവിടെ വ്യക്തമാക്കി ഓതണം. അതായത് വെളിവാക്കി ഓതണം. ഏതിനെ? തൻവീനിനെ അല്ലെങ്കിൽ നൂന് സാക്കിനയെ വ്യക്തമാക്കിയിട്ട്, അതായത് അദാബുൻ 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 വലഹും അദാബുൻ അലീം അങ്ങനെ ഓതണം. അദാബുൻ അലീം. ശ്രദ്ധിക്കാം. ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹു മിനൽ കിതാബി വയശ്തറൂന ബിഹി സമനൻ ഖലീലാ ويشترون به ثمنا قليلا أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم. അടുത്ത കൂടി നോക്കുക. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار. أولئك الذين അവർ യാതൊരു കൂട്ടരാണ് ഇഷ്തറവു അവർ വാങ്ങി അദ്വലാലത വഴിപിഴവിനെ ബിൽ ഹുദ നേർമാർഗത്തിന് പകരം. ഉലൈക الذين اشتروا الضلالة بالهدى അക്കൂട്ടർ സന്മാർഗത്തിന് പകരം ദുർമാർഗം വിലക്ക് വാങ്ങി. والعذاب بالمغفرة والعذاب ശിക്ഷയെയും വിലക്ക് വാങ്ങി. ബിൽ മഗ്ഫിറ പാപമോചനത്തിന് പകരമായി. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة അക്കൂട്ടർ സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരത്രേ. ഫമാ അസ്ബറഹും അപ്പോൾ അവർക്ക് സഹനമുണ്ടാക്കിയതെന്ത്? ഫമാ അസ്ബറഹും അപ്പോൾ അവർക്ക് സഹനമുണ്ടാക്കിയതെന്ത്? അലന്നാർ നരകത്തെക്കുറിച്ച്. ഫമാ അസ്ബറഹും അലന്നാർ അപ്പോൾ നരകത്തെപ്പറ്റി അവർക്ക് ഇത്രയേറെ സഹനമുണ്ടാക്കിയതെന്താണ്? ذلك بأن الله ذلك അത് بأن الله അല്ലാഹു ആകുന്നു എന്നതുകൊണ്ടാണ്. എന്ത്? നസ്സലൽ കിതാബ ഗ്രന്ഥം ഇറക്കി എന്നത്, അതായത് വേദഗ്രന്ഥത്തെ അല്ലാഹു അവതരിപ്പിച്ചു എന്നതുകൊണ്ടാണ് എന്നർത്ഥം. ബിൽ ഹഖ് യഥാർത്ഥ പ്രകാരം.
വഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ ഇഖ്തലഫൂ അവർ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്നു ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ ലഫീ ശിഖാഖിൻ കക്ഷിത്വത്തിൽ തന്നെ ബഈദിൻ വിദൂരമായ وذلك بأن الله نزل الكتاب بالحق വേദഗ്രന്ഥത്തെ അല്ലാഹു യഥാർത്ഥ മുറപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടത്രേ അത് وإن الذين اختلفوا في الكتاب لفي شقاق بعيد വേദഗ്രന്ഥത്തിൽ ഭിന്നാഭിപ്രായം കാണിച്ചവരാവട്ടെ നിശ്ചയമായും വിദൂരമായ കക്ഷിപിരിവിൽ തന്നെയാകുന്നു. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة أولئك هذا മദ് മുത്തസിലാണ്, അല്പം ദീർഘമായി തന്നെ അത് നീട്ടണം. أولئك الذين اشتروا الضلالة بالهدى أولئك الذين اشتروا الضلالة بالهدى أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة ഉടനെയൊക്കെയുള്ള ضاد അതുപോലെ ഹ ഐന് ദാല് റൈന് ഇതൊക്കെ നല്ല രൂപത്തിൽ ഉച്ചരിച്ച് ഓതണം. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار فما മദ് മുൻഫസലാണ്. ഒരു 3-4 ഹർക്കത്തിന്റെ ദൈർഘ്യത്തിൽ ഓതണം. فما أصبرهم على النار ഐനാണ്. അതിനുശേഷം ഷദ്ദുള്ള നൂനുണ്ട്, നന്നായി മണിച്ച് അവസാനം അത് വഖഫ് ചെയ്യുമ്പോൾ അലന്നാർ നീട്ടി ആരിദിന്റെ മദ് ആരിദോട് കൂടിയിട്ട് വഖഫ് ചെയ്യണം. വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ തഫ്ഖീമോട് കൂടിയിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അതേസമയം അത് അവിടെ വഖഫ് ചെയ്യാതെ പോവുകയാണെങ്കിൽ തർത്തീഖോട് കൂടിയിട്ടാണ്. അങ്ങനെ ആ രൂപത്തിലാണ് അത് വരിക. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب ذلك بأن الله نزل الكتاب بالحق ذلك بأن الله എന്നാണ് അത് നന്നായി മണിക്കണം. نزل الكتاب بالحق അത് വഖഫ് ചെയ്യുമ്പോൾ بالحق ഖാഫ് അത് അൽഫിന്റെ അക്ഷരമാണ്. മാത്രമല്ല അതിന് ഷദ്ദുണ്ട്. അതുകൊണ്ട് അത് വഖഫ് ചെയ്യുമ്പോൾ ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد وإن الذين اختلفوا
اختلفوا في الكتاب وإن الذين اختلفوا في الكتاب لفي شقاق بعيد شقاق بعيد تنوين شقاق تنوين شقاق അതിനുശേഷം വരുന്ന അക്ഷരം ബ ആണ്. അപ്പൊ ആ തെൻവീനെ മീമായി ഉച്ചരിക്കണം, മീമാക്കി മാറ്റണം. ഷിഖാഖിൻ എന്നത് ഷിഖാഖിൻ, അതിനാണ് ഇഖ്ലാബ് എന്ന നിയമം എന്ന് പറയുന്നത്. ഇഖ്ലാബ്. അപ്പൊ ഷിഖാഖിൻ ബഈദ് ബഈദ്. അത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, മദ്ദാരിദ് കൂടിയിട്ട് ബഈ എന്ന് നീട്ടണം. പിന്നെ അവസാനം വഖഫ് ചെയ്യുമ്പോൾ ബഈദ് ദാല് കൽഖലത്തിന്റെ അക്ഷരത്തിൽപ്പെട്ട ഒരക്ഷരമാണ്. അതുകൊണ്ട് ബഈദ് എന്ന് പറഞ്ഞാൽ പോരാ, ബഈദ് അങ്ങനെ വഖഫ് ചെയ്യണം. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. ഈ 3 ആയത്തുകൾ 174, 75, 76 ഈ ആയത്തുകൾ സത്യത്തിൽ അതിന്റെ വ്യാകരണ നിയമം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. ഏതായിരുന്നാലും ഈ ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ള ആശയം പ്രത്യേകിച്ചൊരു വിശദീകരണം ഇല്ലാതെ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. ഒന്ന്, ഈ വേദഗ്രന്ഥത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കുകയും അതിന് പകരം അല്പമായ വില വാങ്ങുകയും ചെയ്യുക. അക്കൂട്ടർ അവരുടെ വയറുകളിൽ അഗ്നിയല്ലാതെ നിറക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ പൂർവിക സമുദായങ്ങളിൽ സംഭവിച്ച ഒരു വലിയ അപകടത്തെ സംബന്ധിച്ച്, അതായത് മുൻകാലങ്ങളിൽ വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾ അവർ ആ വേദഗ്രന്ഥങ്ങളോട് കാണിച്ചൊരു സമീപനമുണ്ട്. അവരിലെ പുരോഹിതന്മാർ വിശേഷിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ആ വേദഗ്രന്ഥത്തിൽ അവതരിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും മറച്ചുവെക്കുകയായിരുന്നു. അത് വേണ്ട വിധം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ ചില സന്ദർഭങ്ങളിൽ അതിന് ദുർവ്യാഖ്യാനങ്ങൾ നൽകുകയും ചില സന്ദർഭങ്ങളിൽ അതിലെ പഠനങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുകയും അതല്ലെങ്കിൽ മറ്റു ചില സമയങ്ങളിൽ ആ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാത്ത അർത്ഥം അതിന് നൽകി അതിനെ വിശദീകരിക്കുകയും ചെയ്തുകൊണ്ട് അതിനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അതിനെ മറച്ചുവെക്കുക അതിലെ ആശയങ്ങളെ. അതിനുള്ള കാരണം എന്താകുന്നു? അള്ളാഹു നിരോധിച്ച കാര്യങ്ങൾ, ആ നിരോധിച്ച കാര്യങ്ങൾ അത് ജനങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും എന്നാണ് പുരോഹിതന്മാർ മനസ്സിലാക്കിയത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിയമങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാര്യം നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുമ്പോഴും ഒരു കാര്യം നിർബന്ധമാണെന്ന് പഠിപ്പിക്കുമ്പോഴും ഒരു കാര്യം വളരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു പ്രവൃത്തിയാണെന്ന് പഠിപ്പിക്കുമ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ മനുഷ്യലോകത്തെ സംസ്കരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ എപ്രകാരം ജീവിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിയമം ഉണ്ടാക്കിയതിനു ശേഷം ആ നിയമം പാലിച്ചെങ്കിൽ മാത്രമേ വളരെ നൈമിഷികമായ അല്ലെങ്കിൽ അല്പകാലം മാത്രം നിലനിൽക്കുന്ന ഈ ലോകം അത് അവസാനിച്ച് നാളെ അല്ലാഹുവിലേക്ക് ചെന്നെത്തുന്ന സന്ദർഭത്തിൽ ശാശ്വതമായ സ്വർഗം അത് നേടണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ നിയമങ്ങൾ പാലിച്ചിരിക്കേണ്ടതുണ്ട് എന്നതാണല്ലോ. അതുകൊണ്ട്
പക്ഷെ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ദുനിയാവിൽ പലതും അയാൾക്ക് നഷ്ടമായി തീരുന്നു. അതോടൊപ്പം തന്നെ ഈ പരലോകത്തെ സംബന്ധിച്ച് വേണ്ട വിശ്വാസമില്ലാത്ത ആളുകൾ, പുരോഹിതന്മാരടക്കമുള്ള ആളുകൾ, അവർ ഈ മതത്തിൽ അല്ലെങ്കിൽ അല്ലാഹു അവതരിപ്പിച്ച നിയമങ്ങളിൽ മാറ്റത്തിരുത്തലുകൾ വരുത്തി ജനങ്ങൾക്ക് ആവശ്യമാകുന്ന രൂപത്തിൽ അവരാഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് മതനിയമങ്ങൾ മാറ്റുകയും ചെയ്യുന്ന രീതിയാണ് പൂർവിക സമുദായങ്ങളിൽ കണ്ടുവന്നത്. ആ പുരോഹിതന്മാർ അപ്രകാരമാണ് പ്രവർത്തിച്ചത്. അവരുടെ പുരോഹിതന്മാരെയും അവരുടെ പണ്ഡിതന്മാരെയും ഒക്കെ റബ്ബുകളാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അവർ ഹലാൽ ആണ് ഒരു കാര്യം, ഒരു ഹലാലാണെന്ന് പറയുമ്പോൾ അത് ഹലാലായി തീരുകയും അവർ അത് ഹറാമാണെന്ന് പറയുമ്പോൾ അത് ഹറാമായി തീരുകയും ചെയ്യുന്ന അവസ്ഥ. പുരോഹിതന്മാരായ ആളുകൾ ഈ മതത്തെ കൈകാര്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് മതത്തിൽ പുരോഹിതന്മാർക്ക് സ്ഥാനമില്ല. മതത്തിൽ അഭിപ്രായം പറയുവാനോ മതനിയമങ്ങൾ ഉണ്ടാക്കുവാനോ പുരോഹിതന്മാർക്കോ പണ്ഡിതന്മാർക്കോ അധികാരങ്ങളില്ല. മറിച്ച് മതനിയമങ്ങൾ എന്ന് പറയുന്നത് സ്ഥായിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് നമ്മുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാക്കി നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മറ്റൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ മറ്റും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ മതത്തെ ജീവിതോപാധിയായി സ്വീകരിച്ചിട്ടുള്ള, മതത്തെ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉദരപൂരണത്തിനു വേണ്ടിയിട്ട് തങ്ങളുടേതായ ജീവിത വ്യവഹാരമായി മതത്തെ സ്വീകരിച്ചിട്ടുള്ള പുരോഹിതന്മാർക്ക് ജനങ്ങളിൽ നിന്ന് തുച്ഛമായ വിലകൾ കിട്ടണമെങ്കിൽ, അവരുടെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ മത നിയമങ്ങളെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ ഫത്വകൾ നൽകുകയും ജനങ്ങളെ ആ രൂപത്തിൽ മതത്തിന്റെ യഥാർത്ഥ സന്ദേശത്തിൽ നിന്ന് അകറ്റുകയും അതുവഴി വഴിപിഴച്ച മാർഗങ്ങളിലൂടെ ജനങ്ങൾ സഞ്ചരിക്കുവാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പൗരോഹിത്യത്തിന്റെ ഇടപെടലുകൾ വഴി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത് മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്നലെ വ്യക്തിമൂലം അൻസൽനാമിനൽ ബയ്യിനാത്തി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ഉലൈക യലഅനുഹുമുല്ലാഹു വയലഅനുഹുമുൽ ലാഇനൂൻ. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ ബഖറയിൽ തന്നെ. ഇങ്ങനെ മതകാര്യങ്ങൾ, ഗ്രന്ഥങ്ങളിൽ വേദഗ്രന്ഥങ്ങളുടെ കാര്യങ്ങൾ മറച്ചു വെക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവരെ ശപിക്കുന്നവരെല്ലാവരും ശപിക്കുന്നതായിരിക്കും. അള്ളാഹുവിന്റെ ശാപം അവരുടെ മേലുണ്ടാകും. മാത്രമല്ല, ശപിക്കുന്നവരാരൊക്കെയുണ്ടോ, മലക്കുകളുടെയും മറ്റുള്ള ശപിക്കുന്നവരാരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ശാപം അവരുടെ മേലുണ്ടാകും എന്നുള്ള അവസ്ഥ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, മതപരമായ ഒരു വിഷയം പ്രത്യേകിച്ച് പഠിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് വളർച്ചകെട്ടില്ലാതെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എല്ലാ സുന്നത്തും എല്ലാ നിയമങ്ങളും പാലിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും മതത്തിലുള്ള വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാകുന്നു എന്ന് പറയുവാനും മറച്ചുവെക്കാതെ പറയുവാനും സാധിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ എനിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ വേദഗ്രന്ഥത്തിലുള്ള കാര്യം ഞാൻ അത് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാനത് മറച്ചുവെക്കാൻ പാടില്ല. മറിച്ച് വേദഗ്രന്ഥത്തിലുള്ള കാര്യം വളരെ കൃത്യമായും ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അത് പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ വിവരമുള്ള ആളുകളുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാകുന്നു. അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പുരോഹിതന്മാർക്കോ പണ്ഡിതന്മാർക്കോ അപ്രമാദിത്വം കൽപ്പിക്കുവാൻ പാടുള്ളതല്ല. അവർ പറഞ്ഞാൽ അത് ശരി എന്നല്ല, മറിച്ച് ആര് പറയുന്നു എന്നുള്ളതല്ല, ആര് പറഞ്ഞാലും അതിലേക്കുള്ള രേഖയെന്ത്, അതിലേക്കുള്ള തെളിവെന്ത് എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് സഹിഹായ ഹദീസുകളിൽ നിന്ന് അവർ പ്രമാണമായി കൃത്യമായി നമുക്ക് വരച്ച് ചൂണ്ടിക്കാണിച്ചു തരേണ്ടതുണ്ട്. അതല്ലാത്ത രൂപത്തിൽ ഒരിക്കലും തന്നെ മത നിയമങ്ങളെ
പുരോഹിതന്മാരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ അല്ല സ്വീകരിക്കേണ്ടത്. മറിച്ച് കൃത്യമായി മത പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി വളരെ വിശദമായി വ്യക്തമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഉള്ള ഒരു കാര്യമായിരിക്കണം എന്നതാണ് ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മത നിയമങ്ങളെ സംബന്ധിച്ച് മറച്ചു പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചു പിടിച്ചുകൊണ്ട് അതിന് തുച്ഛമായ വിലക്ക് വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ടത് അവർ നിറക്കുന്നത് അവരുടെ വയറുകളിൽ നിറക്കുന്നത് നരക അഗ്നിയാകുന്നു എന്ന കാര്യം അവർ മറന്നു പോകാൻ പാടില്ല. മാത്രമല്ല അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയില്ല, അവരെ സംസ്കരിക്കുകയില്ല, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടായിരിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ്? സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരൊക്കെ അവർ. എന്തുമാത്രം നഷ്ടമാണതെന്ന് ആലോചിച്ച് നോക്കുക. കച്ചവടം ഇതൊരു കച്ചവടമാണ്. എന്താ കച്ചവടം? സന്മാർഗം കയ്യിലുണ്ട്, വേദഗ്രന്ഥം കയ്യിലുണ്ട്, നല്ല മൂല്യമുള്ള വളരെ വിലപ്പെട്ട ഒരു കാര്യം, അമൂല്യമായ ഒരു സമ്പത്ത് നമ്മുടെ കൈകളിലുണ്ടായിട്ട് അതിനെ നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയുക. അങ്ങനെ അതിന് ആ ശരിയായ ഹുദയെ എന്ത് ചെയ്യുക? അത് വെളികേടിന് പകരം വിലക്കു അതിന് വിൽക്കുക. അത് നല്ല സന്മാർഗത്തെ വിറ്റിട്ട് പകരം എന്ത് വാങ്ങുന്നു? വെളികേടിന് വാങ്ങുന്നു. അതോടൊപ്പം തന്നെ ശിക്ഷയെയും വാങ്ങുന്നു. പാപമോചനത്തിന് പകരമായിക്കൊണ്ട് അല്ലാഹുവിന്റെ പാപമോചനം എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വളരെ പ്രധാനപ്പെട്ട ഔദാര്യം എന്നുള്ള വിശദമാക്കിയിട്ടുള്ള അല്ലാഹുവിന്റെ പാപമോചനം, ആ പാപമോചനത്തിന് പകരം അത് കൊടുത്തിട്ട് പകരം എന്ത് വാങ്ങുന്നു? അദാബിനെ, ശിക്ഷയെ വാങ്ങുന്നു. അപ്പോൾ നരകത്തെപ്പറ്റി ഇവർക്ക് സഹനമുണ്ടാക്കിയതെന്താണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ കടുത്ത ശിക്ഷ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? വേദഗ്രന്ഥത്തെ അല്ലാഹു യഥാർത്ഥ പ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാകുന്നു. ഒന്നും വളച്ചുകെട്ടില്ലാതെ ഇന്ന രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ സ്വർഗത്തിലെത്താം, ഇന്ന രൂപത്തിൽ പോയാൽ നിങ്ങൾ നരകത്തിലെത്തും. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഷമായ വിശുദ്ധ ഖുർആൻ അത് മുറുകെ പിടിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഗ്രന്ഥത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിശുദ്ധ വേദ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ എന്തെങ്കിലും കാര്യങ്ങളിലും പദങ്ങളിലും അതുപോലെയുള്ള വിഷയങ്ങളിലുമൊക്കെ തർക്കങ്ങൾ നടത്തി ഭിന്നിപ്പുകളുണ്ടാക്കി കുഴപ്പങ്ങളുണ്ടാക്കി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ് ഇന്നല്ലദീന ഇഖ്തലഫൂ ഫിൽ കിതാബി ലഫീ ശിഖാഖിൻ ബഈദ്. തീർച്ചയായും ഗ്രന്ഥത്തിന്റെ വിഷയത്തിൽ ഇഖ്തിലാഫ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് വിദൂരമായ കക്ഷി പിരിവിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. ഈ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് അമാനി മൗലവി പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. അവതരണ സന്ദർഭം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യതയെ സ്ഥാപിച്ചും പ്രവചിച്ചും കൊണ്ട് തൗറാത്തിലും ഇഞ്ചീലിലും വന്നിട്ടുള്ള സത്യങ്ങളെ ജനങ്ങൾക്ക് വെളിവാക്കി കൊടുക്കാതെ മൂടിവെക്കുന്ന വേദക്കാരായ പണ്ഡിതന്മാരെ, വിശേഷിച്ചും യഹൂദി പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കപ്പെടുന്നത്. പക്ഷേ ഈ വചനങ്ങളിലെ വാചകങ്ങൾ പരിശോധിക്കുമ്പോഴും അവതരണ കാരണം പ്രത്യേകമായിരുന്നാലും വിധി പൊതുവായിരിക്കുമെന്ന തത്വപ്രകാരവും ഈ വചനങ്ങൾ അവരെ മാത്രം ബാധിക്കുന്നതാണെന്ന് കരുതിക്കൂടാ. വേദവിജ്ഞാനങ്ങളും മതസത്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും കാര്യലാഭങ്ങളെയും സ്വാർത്ഥ താല്പര്യങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് മൂടിവെക്കുന്ന എല്ലാവർക്കും ബാധകമാണ് ഈ താക്കീതുകൾ എന്ന് സംശയമില്ല. ഈ ദുസ്സമ്പ്രദായത്തിന്റെ ഭയങ്കരത എത്രമാത്രമാണെന്ന് ഈ വചനങ്ങളിൽ അല്ലാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നോക്കുക. ഒന്ന്, അല്ലാഹു വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതിനെയാണ് അവർ മൂടിവെക്കുന്നത്. ഇത് അല്ലാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമാണല്ലോ. രണ്ട്, മൂടിവെക്കുന്നതിന് പകരം അവർക്ക് ലഭിക്കുന്ന വില അഥവാ അതിന് പകരം ലഭിക്കുന്ന നേട്ടം കേവലം തുച്ഛവും നിസ്സാരവുമായിരിക്കും. ഐഹികമായ ലഭ്യങ്ങളോ താൽക്കാലിക നേട്ടങ്ങളോ മാത്രമാണ് ഈ കൃത്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത്. ഐഹികമായ നേട്ടങ്ങൾ എത്ര തന്നെ വമ്പിച്ചതായിരുന്നാലും അത് കേവലം നിസ്സാരം തന്നെയായിരിക്കും. ഇഹലോക ജീവിതത്തിന്റെ സുഖസൗകര്യം പരലോക സുഖത്തെ
മൂന്നാമത്തെ കാര്യം, ധനസമ്പാദനവും നേതൃത്വമോഹവും ഉദരപൂർണവുമായിരിക്കുമല്ലോ ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം. വാസ്തവത്തിൽ അത് അഗ്നി കൊണ്ട് വയറ് നിറയ്ക്കലാണ്. അഥവാ അതിന്റെ പേരിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഓരോന്നും പരലോകത്തിൽ അവരെ നരകാഗ്നിക്ക് ഇരയാക്കുകയാണ് ചെയ്യുന്നത്. അത്തരക്കാർ ഇവിടെ വലിയ നേതാക്കളും വമ്പന്മാരുമായി അഭിനയിക്കുന്നവരായിരിക്കുമെങ്കിലും അള്ളാഹുവിന്റെ മുമ്പിൽ അവർ നിന്നിലും ഒതുക്കപ്പെട്ടവരുമായിരിക്കും. അതിനാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുക പോലും ചെയ്യുകയില്ല. ഇതിലധികം നിന്ദത മറ്റെന്താണുള്ളത്? 5, അവരുടെ ദയനീയതയോ നിസ്സഹായതയോ പരിഗണിച്ച് അവരെ ഏതെങ്കിലും വിധേന നന്നാക്കിയെടുക്കുവാനോ അവർക്ക് പരിശുദ്ധി നൽകുവാനോ അള്ളാഹു തയ്യാറാകുന്നതുമല്ല. 6, ഇതിനെല്ലാം പുറമെ വേദനയേറിയ ശിക്ഷയും അഥവാ കഠിനകഠോരമായ നരകശിക്ഷയും. സത്യം ഇന്നപ്രകാരമാണെന്ന് അറിയാതെയും അന്വേഷിക്കാതെയും വഴിപിഴച്ചു പോകുന്നതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് ഇക്കൂട്ടരുടെ വഴിപിഴവ്. സത്യം അറിഞ്ഞിട്ടും കൽപ്പിച്ചുകൂട്ടി ഒളിച്ചു വെക്കുകയാണ് ഇവർ ചെയ്യുന്നത്, അതും തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടി. അപ്പോൾ സന്മാർഗം വിട്ട് ദുർമാർഗം വിലക്കുവാങ്ങുകയും അള്ളാഹുവിങ്കിൽ നിന്ന് പാപമോചനം ലഭിക്കുവാനുള്ള സന്മാർഗങ്ങൾ കൊട്ടി അടച്ച് അതിനു പകരം അവന്റെ ശിക്ഷ കൈനീട്ടി വാങ്ങുകയുമാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനം മുഖേന സംഭവിക്കുന്നത്. നരകശിക്ഷ എത്ര തന്നെ കഠിനകഠോരമായാലും അത് തങ്ങൾ സഹിച്ചും ക്ഷമിച്ചും കൊള്ളാം. താൽക്കാലികമായ ഈ കാര്യലാഭങ്ങളാണ് അതിനേക്കാൾ തങ്ങൾക്ക് പ്രിയങ്കരമായത് എന്ന ഭാവമാണല്ലോ ഇവരിൽ നിന്ന് പ്രകടമാകുന്നത്. അതാണ് അള്ളാഹു ചോദിക്കുന്നത്, ഇവർക്ക് നരകത്തെപ്പറ്റി ഇത്ര സഹനം നൽകിയത് എന്താണ് എന്ന്. ഇക്കാര്യം ഇത്രത്തോളം ഭയങ്കര ബാധകമാകുവാനുള്ള മർമ്മപ്രധാനമായ കാരണങ്ങളാണ് അവസാനത്തെ വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ മുറയനുസരിച്ചാണ്. അതിലുള്ളതെല്ലാം തന്നെയാണ് യഥാർത്ഥം. അത് വിവരിക്കേണ്ടുന്ന മുറപ്രകാരം തന്നെ അതിൽ വിവരിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് വല്ലതും ഒളിപ്പിച്ചു വെക്കുന്നത് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥത്തിന്റെ നിഷേധവും അള്ളാഹുവിന്റെ ലക്ഷ്യത്തെ അവതാളപ്പെടുത്തലുമാണ്. വേദഗ്രന്ഥത്തിൽ ഭിന്നിപ്പും ഭിന്നാഭിപ്രായവും ഉണ്ടാക്കുന്ന ഇവർ അള്ളാഹുവിന്റെ എതിർകക്ഷിയായി അവനെതിരിൽ മത്സരം നടത്തുകയാണ് ചെയ്യുന്നത്. ഇതാകട്ടെ വിജയ സാധ്യതയിൽ നിന്നും ന്യായ സാധുതയിൽ നിന്നും അതിവിദൂരം തന്നെ. അപ്പോ ഈ ആയത്തുകൾ പ്രകടിപ്പിക്കുന്ന അതിന്റെ ആശയമാണ് നമ്മളിവിടെ കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ള ഈ വേദഗ്രന്ഥം വളർച്ചക്കെട്ടില്ലാതെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. വളർച്ചക്കെട്ടില്ലാതെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചതിന്റെ താല്പര്യം. അതിൽ ഭൗതികമായ താല്പര്യങ്ങൾ ഉണ്ടാവാൻ പാടുള്ളതല്ല. സമൂഹം എങ്ങനെയാണോ ആ സമൂഹത്തിനനുസരിച്ച് നമ്മൾ പോകേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും ആയത്തുകളെ ഒന്ന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വരും. അതൊന്നും ഈ കാലത്ത് നടപ്പില്ല എന്ന് ചിന്തിക്കേണ്ടി വരും. അതല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങളിൽ നിലവിലുള്ള ചില കാര്യങ്ങൾ, അതായത് അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അല്ലാഹുവല്ലാത്തവരോട് ദുആ, സഹായത്വം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ അതൊക്കെ ഉണ്ടെങ്കിലേ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതില്ലെങ്കിൽ പാമരന്മാരായ സാധാരണക്കാരായ സാധുക്കളായ ജനങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല എന്ന് ചിന്തിക്കുന്ന പൗരോഹിത്യം, ആ പൗരോഹിത്യം മനസ്സിലാക്കേണ്ടുന്നത് അവരുടെ വയറുകളിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത് അഗ്നികളാകുന്നു എന്ന കാര്യമാകുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നരകം തൊടാതെ സ്വർഗത്തിൽ പോകുക എന്നത് നാം ഒരു ലക്ഷ്യമായി കാണേണ്ടതുണ്ട്. അതുകൊണ്ട് വേദഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആനിനെ കൃത്യമായും പഠിക്കുക. അതിന്റെ വിശദീകരണങ്ങളായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ കൃത്യമായും പഠിക്കുക. ആര് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും അതിലുള്ള കാര്യങ്ങൾ കൃത്യമായും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. അത് മറച്ചു വെക്കാതിരിക്കുക. ഇതായിരിക്കണം നമ്മുടെ ഉത്തരവാദിത്വം. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകളിൽ അടങ്ങിയ വ്യാകരണ നിയമങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ഉൾക്കൊള്ളുകയും അത് യഥാർത്ഥ പ്രകാരം മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അല്ലാഹു അനുഗ്രഹിച്ച അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.